ഹായ് ഫ്രണ്ട്സ്, എക്സാം സെലക്റ്റീവ് സ്റ്റഡി ചാനലിലേക്ക് സ്വാഗതം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. ഇന്നത്തെ ക്ലാസ്സിന് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോമൺ പ്രിലിമിനറി എക്സാം 2022 SLC ലെവൽ സ്റ്റേറ്റ് 6. ഈ ചോദ്യപേപ്പറിൻ്റെ പാർട്ട് 2 ക്ലാസ് 1 തൊട്ട് 15 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു പാർട്ട് 1 ക്ലാസ്സിൽ. ആ ക്ലാസ് കാണാത്തുണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ ക്ലാസ് മുതൽ കാണുക. പാർട്ട് 2 ക്ലാസ് നമ്മൾ 16 തൊട്ട് 40 വരെയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 16ാമത്തെ ചോദ്യം, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ കർണാടക. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഭദ്രാവതി, കർണാടക. 17ാമത്തെ ചോദ്യം, ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ആൻസർ ലിഗ്നൈറ്റ്. 18ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ജാരിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് ജാരിയ. ജാരിയ ഏത് സംസ്ഥാനത്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ജാർഖണ്ഡിലാണ്. ജാരിയ, ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാരിയ, ജാർഖണ്ഡ്. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ? ആൻസർ ദിഗ്ബോയ്. ദിഗ്ബോയ് ഏത് സംസ്ഥാനത്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ആസാം. ദിഗ്ബോയ്, ആസാം. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ? ദിഗ്ബോയ്, ആസാം. 20ാമത്തെ ചോദ്യം, കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്? ആൻസർ റോഹ, മംഗലാപുരം. റോഹ മുംബൈ ടു മംഗലാപുരം, കർണാടക. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് റോഹ മുംബൈ ടു മംഗലാപുരം, കർണാടക. 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. 1ാമത്തെ പ്രസ്താവന ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2ാമത്തെ പ്രസ്താവന റഷ്യൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടത്. 3ാമത്തെ പ്രസ്താവന ന്യായവാദാർഹമായത്. 4ാമത്തെ പ്രസ്താവന സ്വത്തവകാശത്തെ ഒഴിവാക്കി. തന്നിരിക്കുന്ന 4 പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. ആൻസർ 1ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. പ്രസ്താവന വായിക്കാം. 1ാമത്തെ പ്രസ്താവന ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 3 പാർട്ട് 3. 3ാമത്തെ പ്രസ്താവന ന്യായവാദാർഹമായത്. 4ാമത്തെ പ്രസ്താവന സ്വത്തവകാശത്തെ ഒഴിവാക്കി. ഈ 3 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്ന് നോക്കാം. റഷ്യൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ് മൗലികാവകാശങ്ങൾ എന്നാണ് 2ാമത്തെ പ്രസ്താവന പറയുന്നത്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള നോക്കാം. മൗലികാവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് US ഭരണഘടനയിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് ബോറോ ചെയ്തിരിക്കുന്നത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. 22ാമത്തെ ചോദ്യം, മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏത്? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. പ്രസ്താവന വായിക്കാം. 1ാമത്തെ പ്രസ്താവന ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. 2ാമത്തെ പ്രസ്താവന പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. 3ാമത്തെ പ്രസ്താവന തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം. 4ാമത്തെ പ്രസ്താവന അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. ഈ 4 പ്രസ്താവനകളിൽ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതെന്നാണ് ചോദ്യം. മൗലിക കടമകൾ എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ആൻസർ 3ാമത്തെയും 4ാമത്തെയും പ്രസ്താവനകളാണ് മൗലിക കടമകൾ ഉൾപ്പെടാത്തവ. 1ാമത്തെ 4ാമത്തെ പ്രസ്താവന വായിക്കാം. 3ാമത്തെ പ്രസ്താവന പറയുന്നത് തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം. ഇത് മൗലിക അവകാശമാണ്. മൗലിക അവകാശം ഫണ്ടമെന്റൽ റൈറ്റ്സ്. 4ാമത്തെ പ്രസ്താവന അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. ഇത് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്നതാണ്. 23ാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന വായിക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന 4 പ്രസ്താവനകൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവന എന്നാണ് ചോദ്യം. കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവന ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. അത് തെറ്റായ പ്രസ്താവനയാണ്. 2ാമത്തെ പ്രസ്താവന പറയുന്നത് ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ തെറ്റായ പ്രസ്താവനയാണ്. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശ് രാഗത്തിലാണ്. 4ാമത്തെ പ്രസ്താവന പറയുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. തെറ്റായ പ്രസ്താവനയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശ് രാഗം. വന്ദേ മാതരം എടുത്തിരിക്കുന്ന നോവൽ ആനന്ദമഠം നോവൽ. 24ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി അല്ലാത്തവ കണ്ടെത്തുക.
ഒന്നാമത്തെ പ്രസ്താവന 76-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി ഇന്ത്യൻ ഭരണഘടനയിലൂടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം. ഈ 3 പ്രസ്താവനകൾ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് ചോദ്യം. ആൻസർ 1 മാത്രം. ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. 76-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തി, അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയത്. ബാക്കി 2 പ്രസ്താവനകളും ശരിയാണ്. 25-ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ പ്രസ്താവന 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. രണ്ടാമത്തെ പ്രസ്താവന അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. മൂന്നാമത്തെ പ്രസ്താവന ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. മൂന്നാമത്തെ പ്രസ്താവന ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം എന്നാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. ചെയർമാൻ ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കണം. 26-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഒന്നാമത്തെ പ്രസ്താവന തിരശ്ചീനമായി മുകളിൽ കുങ്കുമനിറം, നടുക്ക് വെള്ളനിറം, താഴെ പച്ചനിറം. രണ്ടാമത്തെ പ്രസ്താവന 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. മൂന്നാമത്തെ പ്രസ്താവന നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് മില്ലിമീറ്ററിൽ 3600x2400 ആണ്. നാലാമത്തെ പ്രസ്താവന ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ഇന്ത്യൻ ദേശീയ പതാകവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ എന്നാണ് ചോദ്യം. ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഒന്നാമത്തെ പ്രസ്താവന തിരശ്ചീനമായി മുകളിൽ കുങ്കുമനിറം, നടുക്ക് വെള്ളനിറം, താഴെ പച്ചനിറം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. അതും ശരിയായ പ്രസ്താവനയാണ്. നാലാമത്തെ പ്രസ്താവന ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. തന്നിരിക്കുന്നതിൽ മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 27-ാമത്തെ ചോദ്യം, ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? ഒന്നാമത്തെ പ്രസ്താവന ഭാഗ്യവിധാത എന്നതായിരുന്നു ആദ്യ നാമം. രണ്ടാമത്തെ പ്രസ്താവന ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധറാണിയാണ്. മൂന്നാമത്തെ പ്രസ്താവന 26 ജനുവരി 1950 ആണ് ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. നാലാമത്തെ പ്രസ്താവന മദൻ മോഹൻ മാളവ്യയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന എന്നാണ് ചോദ്യം. 1ഉം 3ഉം 4ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. ഒന്നാമത്തെ പ്രസ്താവന ഭാഗ്യവിധാത എന്നതായിരുന്നു ആദ്യ നാമം. മൂന്നാമത്തെ പ്രസ്താവന 26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. കറക്റ്റ് ആയിട്ടുള്ള ദിവസം 24 ജനുവരി 1950. 24 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. നാലാമത്തെ പ്രസ്താവന പറയുന്നത് മദൻ മോഹൻ മാളവ്യയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ജനഗണമന ആലപിക്കപ്പെട്ടത്. അതും തെറ്റായ പ്രസ്താവനയാണ്. BN ധർ, ബിഷൻ നാരായൺ ധർ, INC പ്രസിഡന്റ് 1911 കൽക്കട്ട സമ്മേളനത്തിൽ. BN ധർ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ജനഗണമന ആലപിക്കപ്പെട്ടത്. 28-ാമത്തെ ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം? സുഷമ സിംഗ്, ദീപക് സന്ധു. 29 ശരിയായ ജോഡി ഏത്? 1 MKSS വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം. 2 സ്വത്തവകാശം നിയമപരമായ അവകാശം. 3 ബഹുമതികൾ റദ്ദാക്കൽ മൗലിക അവകാശം. 4 ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകൾ. ആൻസർ എല്ലാം ശരിയാണ്. 30-ാമത്തെ ചോദ്യം, ദേശീയ മുദ്രയെ അശോക സ്തംഭത്തെ അംഗീകരിച്ചത്? 26 ജനുവരി 1950. 31-ാമത്തെ ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 32-ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. 33-ാമത്തെ ചോദ്യം, സാരേ ജഹാംസെ അച്ച രചിച്ചത് ആര്? മുഹമ്മദ് ഇക്ബാൽ. 34-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന
ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു? രണ്ടാമത്തെ പ്രസ്താവന 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. മൂന്നാമത്തെ പ്രസ്താവന കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. നാലാമത്തെ പ്രസ്താവന നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ചോദ്യം ശരിക്കും വായിക്കുക. സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഒന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവന. ഒന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവനകൾ നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. അത് തെറ്റായ പ്രസ്താവനയാണ്. 1929 ലാഹോർ സെഷൻ INC പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആണ്. നാലാമത്തെ പ്രസ്താവന പറയുന്നത് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അടുത്ത കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. 35ാമത്തെ ചോദ്യം 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം, നിസ്സഹകരണ പ്രസ്ഥാനം. 36ാമത്തെ ചോദ്യം 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം, ബർദോളി സത്യാഗ്രഹം. 37ാമത്തെ ചോദ്യം ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം 1, 2. 1 ആനി ബസന്റ്, 2 ബാലഗംഗാധര തിലക്. ഹോം റൂൾ പ്രസ്ഥാനം നേതാക്കൾ ആനി ബസന്റ്, ബാലഗംഗാധര തിലക്. 38ാമത്തെ ചോദ്യം മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം, മിന്റോ മോർലി പരിഷ്കാരങ്ങൾ. 39ാമത്തെ ചോദ്യം ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം, 1948 ജനുവരി 30. 40ാമത്തെ ചോദ്യം അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ്, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഉൾപ്പെട്ടിരുന്ന ടോപ്പിക് ബേസിക് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നീ ടോപ്പിക്കിലെ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.